ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് സൗണ്ടിന് എന്തോ പ്രശ്നമായിട്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇടുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ആ വീഡിയോ വാച്ച് ചെയ്തവരൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ. ഈ കറക്കും തളിക എന്നൊരു ടാസ്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ടാസ്കിൽ ആദ്യത്തെ 3 പേര് അങ്ങനെ നമ്പർ പ്രകാരമായിരുന്നു പോയിരുന്നത്. ആദ്യത്തെ 3 പേരെന്ന് പറഞ്ഞാൽ സാബുമാൻ, അനീഷ് ആൻഡ് അനിമോൾ, ഇവർ 3 പേരായിരുന്നു ആദ്യം പോയിട്ട് കറക്കും തളിക ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട്. ആ പെഡസ്റ്റലിമേ ഒരു തളിക വെച്ചിട്ടുണ്ട്, കറക്കും തളിക. അത് കറക്കി അൺസ്ക്രൂ ചെയ്ത് അപ്പുറത്തൊരു പെഡസ്റ്റലിമേ കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ പസിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 2 കൈ ഉയർത്തി ബിഗ് ബോസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് അവസാനിച്ചു. എത്ര സമയമാണോ അത്രയും സമയം അവിടെ രേഖപ്പെടുത്തും. അങ്ങനെയാണ്. അപ്പോൾ ഇത് അനുമോളും സാബുമാനും അനീഷും കൂടി പോയപ്പോൾ അനീഷിൻ്റെയും സാബുമാനും എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്ട്സ് കാരണം അവർക്ക് കറക്കാൻ കഴിഞ്ഞില്ല. അനുമോൾ നന്നായി ചെയ്തു. അനുമോൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഒരു ടാസ്കിൻ്റെ കാര്യവും അവിടെ പുറത്ത് പോയി പറയരുത്, നിങ്ങളുടെ പോയിന്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുമോളോട് മാത്രമല്ല, അനീഷിനോട് സാബുമാനോടും. ഇവരാരും ഒന്നും പറഞ്ഞില്ല. അനുമോൾ പക്ഷേ ആദിലെയും നൂറേനെയും അകത്ത് കൊണ്ടുപോയി അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതും ഇങ്ങനെ കൊഞ്ഞനും കുത്തിയപ്പോലെയൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല, എന്നാൽ മറ്റുള്ളവർ അവർക്ക് മനസ്സിലാവും വേണം. ആദിലേക്ക് നൂറയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത് ഓ മനസ്സിലായി. അങ്ങനെ അവർ ആ ടാസ്ക് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഇത് ബിഗ് ബോസ് ഇത് കണ്ട് ബിഗ് ബോസ് അനുമോളെ വാൺ ചെയ്യുന്നുണ്ട്. അനുമോളെ ഇത് ആവർത്തിക്കരുത്, അവരുടെ പോയിന്റ് തന്നെയാണ് പോവുക. പറഞ്ഞ പോലെ തന്നെ എന്തായി, നൂറയ്ക്ക് ഹൈ പോയിന്റ് കിട്ടി. കാരണം അവർക്ക് ആ ടെക്നിക്ക് മനസ്സിലായി, എന്താണ് ആ പസിലെന്ന് മനസ്സിലായി. അത് അനുമോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ പസിൽ ശരിക്കും അവർ നോക്കി വെച്ച് അതിന് രൂപം മനസ്സിലാക്കി. പക്ഷേ അവരുടെ ആ ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ളൊരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറാണ് പസിലായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അനുമോൾ പറഞ്ഞു കൊടുത്തപ്പോൾ നൂറയ്ക്ക് ഈസിയായി, അത് നന്നായി പഠിച്ച് അങ്ങോട്ട് കയറിപ്പോയി. അതിലേക്ക് ഈസിയായി. പക്ഷേ അതിൽ നന്നായി ചെയ്തിട്ടൊന്നുമില്ല. നൂറ് നന്നായി ചെയ്ത് ഫസ്റ്റ് നൂറൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബിഗ് ബോസ് അനുമോളെ വാൺ ചെയ്തത്. ഓക്കെ, താങ്ക് യു.